നോട്ടം മാറി ആകെക്കൂടിയുള്ള ഒരു അറിയാണ്ടല്ലേ. അനിയനാണ് അവനിക്ക് ആകെക്കൂടിയുള്ള ഒരു ഇക്ക. 6 100 ഒന്നും ഉമ്മാക്കില്ല, ആകെ 2 തന്നെ ഉള്ളു. എണ്ണയും പ്രാവും പോലെ ഇരിക്കണം നിങ്ങള്. ഇന്നലെ വരെ ഞാൻ എങ്ങനെയാ നിങ്ങളെ നോക്കിയിട്ടുണ്ടാക്കി വളർത്തിയിരിക്കണ്. ഇന്ന് നിന്റെ അവന്റെ പോക്കറ്റിൽ നിന്ന് പൈസ ആരെടുത്ത്? പുറത്തുനിന്ന് ആരെങ്കിലും വന്നാ എടുക്കാന്? അവന്റെ ഇക്കല്ലേ പൈസ എടുത്തത്? അതിനിങ്ങനെയൊക്കെ വർത്താനം പറയാ? അപ്പൊ പിന്നെ ഞാൻ എന്താ ചെയ്യണ്ടേ? അപ്പൊ ഇനി അങ്ങനെ വർത്താനം പറയാണ്ടിരിക്കാനാണ് ഒരെണ്ണം കൊടുത്തത്. ഇതുവരെ അങ്ങനെ ഒന്നും ഉണ്ണി സംസാരിച്ചിട്ടില്ലല്ലോ നിന്നോട്. ആരാണ് നീ? ഇക്കണവന്റെ. അതെ, നിങ്ങളോട് ഇങ്ങനെ സംസാരിച്ചിരുന്നോ? ഇനി ഒരു നിമിഷം അവിടെ നിൽക്കുന്നില്ല കേട്ടാ. ഞാൻ പോവാ. ഞാൻ വല്ല വേറെ വീട് വെച്ചിട്ടാ വേറെ റെന്റിന് എന്തിലുണ്ടല്ലോ, ഞാൻ പോവാ. ഇവിടെയൊക്കെ എത്ര വീട്ടിന് വേണ്ടി നല്ല ചെയ്തു ഒരു കാര്യമില്ല. ചോറ് വേണ്ട, ഒരു തേങ്ങയ്ക്ക് വേണ്ട. ഞാൻ പോവാ. എന്താ കിട്ടാത്ത? ഓ, നീ 10 രൂപ സമ്പാദിക്കാനായിട്ട് പറഞ്ഞപ്പോൾ ഉള്ള ധൈര്യമാണല്ലേ നിനക്ക്? 10 രൂപ സമ്പാദിക്കാനായി, എന്നാ വലിയ ചെക്കനായി, വലിയ ആളായി എന്നുള്ളൊരു ധൈര്യമാണ് നിനക്ക് അല്ലേ? പോ, നീ വേറെ വീടെടുക്കുക, വേറെ സ്ഥലം വാങ്ങുക, നീ ചെയ്തിട്ട് വാ. ഒക്കെ ഗജം വെട്ടി ചാടിയ കറുവാടാണെന്നൊരു പഴം ചൊല്ലുണ്ട്.